കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പം 2 ജില്ലകൾ, അതായത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ജലമാർഗ്ഗമാണ് ഈ ജലഗതാഗത വകുപ്പിൻ്റെ ഈ സർവീസ് ബോട്ട്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ജോ. എല്ലാവർക്കും സുഖമല്ലേ? കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബോട്ട് റൂട്ടുകളിലൊന്നായ മുഹമ്മ കുമരകം ബോട്ട് റൂട്ടിലെ യാത്രയുടെ കാഴ്ചകളുമായാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിലാണ്. ആലപ്പുഴ ടൗണിൽ നിന്ന് 12 കിലോമീറ്റർ മാറി ആലപ്പുഴ തണ്ണീർമുക്കം റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് മുഹമ്മ. ആലപ്പുഴ KSRTC സ്റ്റാൻഡിൽ നിന്ന് മുഹമ്മ വഴി ധാരാളം ബസ്സുകൾ ലഭ്യമാണ്. മുഹമ്മ ജംഗ്ഷനിൽ നിന്ന് 5 മിനിറ്റ് നടന്നാൽ മുഹമ്മ ബോട്ട് ജെട്ടിയിലെത്താം. മുഹമ്മയിൽ നിന്ന് കുമരകത്തേക്ക് ഒരാൾക്ക് 16 രൂപയാണ് ബോട്ടിലെ ടിക്കറ്റ് നിരക്ക്. കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സർവീസ് ബോട്ടാണിത്. ആകെ 5 ജീവനക്കാരാണ് ഈ ബോട്ടിലുള്ളത്. ഒരു സ്രാങ്ക്, ഒരു ഡ്രൈവർ, ഒരു ബോട്ട് മാഷ്, 2 ലസ്കർമാരും. അങ്ങനെ രാവിലെ കൃത്യം 9 മണിക്ക് നമ്മുടെ ബോട്ട് മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് കുമരകത്തേക്ക് പുറപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിലൂടെയാണ് ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്ന് കോട്ടയം ജില്ലയിലെ കുമരകത്തേക്ക് ബോട്ട് സഞ്ചരിക്കുന്നത്. രാജ്യത്തെ നടുക്കിയ കുമരകം ബോട്ട് ദുരന്തം നടന്ന അതേ റൂട്ടിൽ കൂടിയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കുന്നത്. 2002 ജൂലൈ 27 മുഹമ്മയിൽ നിന്ന് നിറയെ യാത്രക്കാരുമായി പുലർച്ചെ 5:45 കുമരകത്തേക്ക് പോവുകയായിരുന്ന കേരള സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ A53 നമ്പർ ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത്. മുഹമ്മ, കൈപ്പുറം, പുത്തനങ്ങാടി പ്രദേശങ്ങളിൽ നിന്നുള്ള PSC ഉദ്യോഗാർത്ഥികളായിരുന്നു ബോട്ടിലുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗവും. സ്ഥിരം യാത്രക്കാരായ കൂലിപ്പണിക്കാരും മത്സ്യത്തൊഴിലാളികളും ബോട്ടിലുണ്ടായിരുന്നു. കുമരകം ബോട്ട് ജെട്ടി എത്തുന്നതിന് ഏകദേശം 1 കിലോമീറ്റർ മുമ്പായിരുന്നു അപകടം സംഭവിച്ചത്. അന്നത്തെ അപകടത്തിൽ 29 പേർ മരണമടഞ്ഞു. ബോട്ട് ദുരന്തത്തിൻ്റെ നനവുള്ള ഓർമ്മകൾ തിങ്ങി നിൽക്കുന്ന ഓളപ്പരപ്പിലൂടെ നമ്മുടെ ബോട്ട് കുമരകം ലക്ഷ്യമാക്കി നീങ്ങി.
അവിസ്മരണീയമായൊരു ബോട്ട് യാത്രയ്ക്കൊടുവിൽ രാവിലെ 9:40 നമ്മുടെ ബോട്ട് കുമരകത്തേക്കെത്തി. വിശാലമായി പരന്നു കിടക്കുന്ന വേമ്പനാട്ട് കായലിലെ കുളിർക്കാറ്റേറ്റ് ഇടയ്ക്ക് പെയ്യുന്ന മഴയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുറഞ്ഞ ചെലവിൽ റോഡിലെ ട്രാഫിക് ബ്ലോക്കിൽ പെടാതെ മലിനീകരണമില്ലാതെ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ടൊരു ബോട്ട് യാത്ര. അതും വെറും 16 രൂപയ്ക്ക് 40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്നൊരു ഹൃദ്യമായ ബോട്ട് യാത്ര. അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. മലയാളി എന്ന നിലയിൽ നാം ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട ബോട്ട് റൂട്ട് കൂടിയാണ് മുഹമ്മ കുമരകം ബോട്ട് സർവീസ്. തിരക്കേറിയ ജീവിതത്തിൽ എല്ലാ ടെൻഷനെയും മാറ്റി മനസ്സിനെ ശാന്തമാക്കാൻ ഈ ഒരു ബോട്ട് യാത്രയ്ക്ക് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ബോട്ട് യാത്രയിൽ ഇരുചക്ര വാഹനങ്ങളും ബോട്ടിൽ കയറ്റിക്കൊണ്ട് പോകാൻ കഴിയും. ബൈക്ക് ഒന്നിന് 25 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. മുഹമ്മ കുമരകം റൂട്ടിലെ ബോട്ട് സർവീസിൻ്റെ സമയക്രമം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ഓൾ. എൻ്റെ പേര് സന്തോഷ്. ഇതിപ്പോൾ നമ്മൾ കുമരകം ജെട്ടിയിലാണ് ബോട്ടിൽ കിടക്കുന്നത്. ഇനിയിപ്പോൾ 10 മണിക്ക് സർവീസ് വിട്ട് മുഹമ്മയിലേക്ക് പോകും. സമയത്ത് രാവിലെ ഫസ്റ്റ് മുഹമ്മയിൽ നിന്ന് 5:45 വിട്ട് 6:30 കുമരകത്ത് വന്നിട്ട് കുമരകത്തു നിന്ന് 6:30 മുഹമ്മയ്ക്ക് പോകും. 3/4 മണിക്കൂർ ഇടവിട്ടുള്ള ഒരു സർവീസാണ് മുഹമ്മ കുമരകം ജലപാതയിൽ നടക്കുന്നത്. കുറഞ്ഞ ചിലവിൽ സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പം 2 ജില്ലകൾ, അതായത് ആലപ്പുഴ ജില്ലയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് എത്തപ്പെടാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ ഒരു ജലമാർഗ്ഗമാണ് ഈ ജലഗതാഗത വകുപ്പിൻ്റെ ഈ സർവീസ് ബോട്ട്. യാത്രക്കാർക്ക് നല്ല പ്രതികരണമാണ്. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഈ 45 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയിൽ റിലാക്സേഷനോടുകൂടി യാത്ര ചെയ്യാൻ പറ്റും. മറ്റ് റോഡ് പോകുന്നതിനെക്കാട്ടിലും എളുപ്പം എത്തുക എന്ന് തന്നെയല്ല, ശരിക്കും പറഞ്ഞാൽ ഒന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. കായലിൻ്റെ മധ്യത്തിലൂടെയുള്ള യാത്ര ആയതുകൊണ്ട് നല്ല രീതിയിൽ ഒരു പ്രതികരണമാണ് പൊതുവെ ജലഗതാഗത വകുപ്പിനെ കുറിച്ച് പൊതു സമൂഹം വിലയിരുത്തുന്നത്. ഇപ്പോൾ അത് നമ്മുടെ എ വി വിലാസം എന്ന് പറഞ്ഞാൽ ആര്യക്കര സ്കൂളിലെ വിദ്യാർത്ഥികളും അല്ലാതെ തന്നെ എഴുത്തുകാരൊക്കെ നേരിട്ട് കൊണ്ടുവന്ന് നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ മുഖേന കൊണ്ടുപോയി പുസ്തക ശേഖരണത്തിലേക്ക് വേണ്ടിയിട്ട് അവർ സംഭാവന ചെയ്യാറുണ്ട്. ഇപ്പം കേരളത്തിൽ തന്നെ അല്ല, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഒഴുകുന്ന ഗ്രന്ഥശാല എന്ന് പറയുന്ന ജലഗതാഗത വകുപ്പിൻ്റെ മുഹമ്മ സ്റ്റേഷനിലെ സംഭവമാണ്. അതിപ്പം ഏറെ പ്രസക്തി നേടിയിട്ടുണ്ട് മാധ്യമരംഗങ്ങളിൽ പോലും. ഇപ്പോൾ അത് ജലഗതാഗത മാർഗത്തിൽ മൊത്തത്തിൽ സ്വീകരിച്ച് വന്നുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ തലമുറയിൽ എന്ന് പറഞ്ഞാൽ സാങ്കേതികവിദ്യ വർദ്ധിപ്പിച്ചുകൊണ്ട് മൊബൈൽ ഘട്ടത്തിലേക്ക് പോയപ്പോൾ ഈ ജലഗതാഗത മാർഗത്തിൽ ഈ വരുന്നവർക്ക് ഇതൊരു വായിച്ചു അറിവ് നേടാനും വളരെ കാര്യങ്ങൾ അറിയുവാനും പറ്റുന്ന ഒരു മാർഗമായിട്ട് അതിനെ നമ്മൾ കാണുന്നു. ഞാൻ നിലവിൽ ഇപ്പോൾ സർവീസിൽ കയറിയിട്ട് 13 വർഷമായി. മുഹമ്മ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു 3-3.5 വർഷമാകുന്നു. ഞങ്ങൾ ഈ ഒരു ബോട്ടിലെ ഷെഡ്യൂളിൽ ഒരു ക്രൂ എന്ന് പറയുന്നത് ഒരു സ്രാങ്ക്, ഒരു ഡ്രൈവർ, ബോട്ട് മാർഷ്, 2 ലസ്കർമാർ, അങ്ങനെ 5 പേരടങ്ങുന്ന ഒരു ക്രൂ ആണ് ഈ ബോട്ടിൻ്റെ സർവീസ് നടക്കുന്നത്. സുരക്ഷാ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട സുരക്ഷാ സംവിധാനം ലൈഫ് ജാക്കറ്റ്, ബോയിൻ്റ് അപ്പാരറ്റസ്, പിന്നെ തീപിടുത്തം എല്ലാം മറ്റു കാര്യങ്ങൾ, ഫയർ എക്സ്റ്റിങ്ക്വിഷർ, അങ്ങനെ എല്ലാ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സജ്ജീകരണത്തോടു കൂടിയാണ് നമ്മൾ സർവീസ് നടത്തുന്നത്.
കുട്ടികൾക്കുള്ള ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 5 വയസ്സ് മുതൽ 11 വയസ്സ് വരെ ആണെന്നുണ്ടെങ്കിൽ ഹാഫ് ടിക്കറ്റ്, അതിന് മേലേക്ക് 12 വയസ്സിന് മേലോട്ടാണെങ്കിൽ ഫുൾ ടിക്കറ്റാണ്. അതിൽ നിലവിൽ ഏറ്റവും കുറഞ്ഞ 16 രൂപ, ഹാഫ് ടിക്കറ്റ് ആകുമ്പോൾ 8 രൂപ. പൊല്യൂഷൻ കുറഞ്ഞ് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതും മറ്റു അപകടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത രീതിയിൽ സുരക്ഷിതമായ ഒരു യാത്ര ഒരുക്കുവാൻ ഈ ജലഗതാഗത വകുപ്പിനും ആ വകുപ്പ് ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എന്ന രീതിയിൽ എനിക്ക് അഭിമാനമുണ്ട്.